ഹലോ, ഇത് നമുക്ക് ബട്ടർ ചിക്കൻ ഉണ്ടാക്കിയാലോ? ബട്ടർ ചിക്കൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള സവാള, തക്കാളി, ജിഞ്ചർ, ഗാർലിക് പേസ്റ്റ് എന്നിവ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആദ്യമായി നമുക്ക് ആവശ്യമുള്ളത് ബട്ടർ. ഞാൻ ഇവിടെ എടുക്കുന്നത് മിൽക്കി മിസ്റ്റ് ബട്ടറാണ്. അപ്പോൾ ഞങ്ങൾ ഒളിഞ്ഞു നോക്കുന്നത് പാത്രം ചൂടായെന്ന് അറിയാനാണ്. എന്തായാലും പാത്രം ചൂടായി അതിലേക്ക് ബട്ടർ ഇട്ട് മെൽറ്റായി വരുമ്പോഴേക്കും സവാള ഇടാം. സവാള ഇട്ടൊന്ന് ട്രാൻസ്പെറൻ്റ് ആയി വരുമ്പോഴേക്കും അതിലേക്ക് സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള കശുവണ്ടി അതുപോലെ തന്നെ തക്കാളി എന്നിവ ചേർത്തിട്ട് ഇളക്കാം. അതൊന്ന് പയ്യെ വെന്ത് വരുമ്പോഴേക്കും ഒന്ന് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടി ഇട്ടിട്ട് അതിൻ്റെ പച്ചമണം പോകുന്നത് വരെ ഇളക്കിയതിന് നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പൗഡേഴ്സൊക്കെ ആഡ് ചെയ്യാം. പൗഡേഴ്സ് എന്ന് പറയുമ്പോഴേക്കും കാശ്മീരി ചില്ലി പൗഡറും അതുപോലെ തന്നെ ഗരം മസാലയുടെ പൊടിയും അതുപോലെ തന്നെ ഉപ്പ് മാത്രമാണ് ഇതിൽ ചേർക്കേണ്ട ആവശ്യമുള്ളൂ. ഒപ്പം തന്നെ കുറച്ച് കസൂരി മേത്തിയും കൂടി ആഡ് ചെയ്തിട്ട് വെള്ളം ചേർത്ത് അത് നമുക്ക് അരയ്ക്കാൻ വേണ്ടി വെക്കാം. തണുത്ത് കഴിയുമ്പോൾ അരക്കാം. ആ സമയത്ത് കുറച്ച് ബട്ടർ ചൂടാക്കി അതിലേക്ക് ചിക്കൻ ഇട്ട് പൊരിച്ചെടുക്കാം. ചിക്കൻ റെഡി വരുമ്പോഴേക്കും നമുക്ക് അരിച്ചെടുത്ത് വെക്കാം. അതിലേക്ക് നമുക്ക് അടുപ്പത്ത് വെക്കാം. ടേസ്റ്റിനനുസരിച്ച് സോൾട്ടോ എന്താണെന്നൊക്കെ ചേർക്കാനുള്ളതൊക്കെ ചേർക്കാം. അതുപോലെ തന്നെ കെച്ചപ്പ് ചേർത്ത് അതിനിളക്കി ജസ്റ്റ് ഒരു തിള പൊട്ടി വരുമ്പോഴേക്കും അതിലേക്ക് നമുക്ക് ചിക്കൻ ആഡ് ചെയ്യാം. ഗ്രേവി ഇനി നന്നായി ചൂടായി വരണം. അപ്പോൾ അതിലേക്ക് കസൂരി മേത്തി ആഡ് ചെയ്യുക. ആ സമയത്ത് ഇതിൻ്റെ ഏറ്റവും ആ ഒരു കറക്റ്റ് പെർഫെക്റ്റ് ഫ്രേഗ്രൻസ് ഒക്കെ നമുക്ക് കിട്ടും. ആൻഡ് ലാസ്റ്റ് സ്റ്റെപ്പാണ് ഇതിലേക്ക് ഫ്രഷ് ക്രീം ആഡ് ചെയ്യാന്നുള്ളത്. ആൻഡ് ഇത് ആഡ് ചെയ്ത് നമുക്കൊരു ഡെക്കറേറ്റ് ചെയ്യുന്ന ഭാഗത്തിലും ആഡ് ചെയ്യാം. അതുപോലെ തന്നെ ഇതൊരു ഇൻഗ്രീഡിയൻ്റ് ആയിട്ടും ആഡ് ചെയ്യാം. ഞാൻ രണ്ടായിട്ടും ചെയ്തിട്ടുണ്ട് കേട്ടോ. ലാസ്റ്റ് കുറച്ച് മല്ലിയിലും കൂടി തൂവിയെടുത്താൽ നമ്മുടെ ബട്ടർ ചിക്കൻ റെഡി. ഇത്രയധികം കറി ഉണ്ടാക്കുന്നതിൻ്റെ രഹസ്യം ഞാൻ അടുത്ത വീഡിയോ പറയാം കേട്ടോ.